നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു ടെലിഫോണിൻ്റെ ഒരു പോർട്ടുണ്ട്. ആ ഒരു ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ RJ11 അതായത് ടെലിഫോൺ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിംപ് ചെയ്യാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അതിനകത്ത് 2 വയർ മാത്രമാണ് ആ ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. നോർമലി 4 പെയറാണ്, അതായത് 4 പെയർ അല്ല 2 പെയറാണ്, അതായത് 4 വയറുകളാണ് ഈ ഒരു ടെലിഫോൺ വയറിൽ നോർമലി വരാറ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യം ആ ഒരു 2 വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ടുള്ള ആ ഒരു പെയർ, അതായത് 2 വയർ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ക്രിംപ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കളർ നോക്കുക, ഇതേ കളറിൽ തന്നെ നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലും കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ 2 കളറിൽ ഈ വയർ, അതായത് 2 വയറായിട്ട് നമ്മൾ ഈ ഒരു RJ11 ജാക്കാണിത്, അത് RJ11 കണക്ടറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്ത് നോർമലി അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ തന്നെ കൊടുക്കുക. സെൻട്രൽ പോയിന്റിൽ തന്നെ വച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. 2 വയറിൻ്റെ സെൻട്രൽ സ്ലോട്ടിൽ തന്നെ വെച്ചതിന് ശേഷം അത് നമ്മൾ ജാക്ക് ക്രിംപ് ചെയ്യുക. ക്രിംപ് ചെയ്തിട്ട് വേണം കണക്ടിവിറ്റി കൊടുക്കാൻ.